തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലൂടെ ഒഴുകുന്ന ഹംബോൾട്ട് പ്രവാഹം സാധാരണയായി തണുത്ത ജലമാണ് കൊണ്ടുവരുന്നത്. അതോടൊപ്പം ശക്തമായ വാണിജ്യവാതകങ്ങൾ പസഫിക്കിൻ്റെ കിഴക്കൻ തീരത്തു നിന്നുമുള്ള ചൂടുള്ള വെള്ളത്തെ പടിഞ്ഞാറൻ തീരത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനു പകരമായി പസഫിക്കിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള തണുത്ത പോഷകസമൃദ്ധമായ ജലം മുകളിലേക്ക് ഉയർന്നു വരുന്നു. ഈ തണുപ്പുള്ള ജലം പോഷകങ്ങൾ നിറഞ്ഞതായതിനാൽ ചെറുമീനുകളും പ്ലാങ്ക്ടനുകളും വളരെയധികം വർദ്ധിക്കും. അതിനാൽ തന്നെ ആ പ്രദേശം മത്സ്യസമ്പത്താൽ സമൃദ്ധമായിരുന്നു. പക്ഷേ ചില വർഷങ്ങളിൽ തീരദേശ ജലം അസാധാരണമായി ചൂടാകുന്നത് പെറുവിലെ മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിച്ചു. അവർ ഇതിന് എൽ നിനോ എന്ന പേര് നൽകി. ഉണ്ണിയേശുവിനെ സൂചിപ്പിക്കുന്ന ദ ലിറ്റിൽ ചൈൽഡ് അഥവാ ചെറിയ കുട്ടി എന്നാണ് സ്പാനിഷ് ഭാഷയിൽ ഈ വാക്കിനർത്ഥം. കാരണം ഈ സംഭവം പ്രകടമാകാറുണ്ടായിരുന്നത് ക്രിസ്മസ് കാലത്തായിരുന്നു. അന്നവർ കരുതിയിരുന്നില്ല തങ്ങളുടെ തീരത്ത് സംഭവിക്കുന്ന ഈ മാറ്റം പിന്നീട് ലോക കാലാവസ്ഥാ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്നായി മാറുമെന്ന്. എൽ നിനോ എന്നത് ഒരു പ്രാദേശിക പ്രതിഭാസമല്ല. 1960കളുടെ അവസാനത്തോടെ ശാസ്ത്രജ്ഞർ സമുദ്രത്തിലെ താപനില വ്യതിയാനങ്ങളും അന്തരീക്ഷത്തിലെ വായുമർദ്ദമാറ്റങ്ങളും പരസ്പരം ബന്ധപ്പെട്ടവയാണെന്ന് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമുദ്രവും അന്തരീക്ഷവും ചേർന്ന ഈ ഏകീകൃത സംവിധാനത്തെ എൽ നിനോ സദേൺ ഓസിലേഷൻ അഥവാ എൻസോ എന്നവർ വിശേഷിപ്പിച്ചു. എൻസോയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്: ന്യൂട്രൽ ഫേസ് എന്ന സാധാരണ ഘട്ടം, ലാനിന ഫേസ് എന്ന തണുപ്പുള്ള ഘട്ടം, എൽ നിനോ ഫേസ് എന്ന ചൂടുള്ള ഘട്ടം. മധ്യകിഴക്കൻ ഉഷ്ണമേഖല പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലത്തിൻ്റെ താപനില സാധാരണയേക്കാൾ കുറയുന്ന അവസ്ഥയാണ് ലാനിന. ഇതേ പ്രദേശത്തെ ജലതാപനില സാധാരണയേക്കാൾ കൂടുന്ന അവസ്ഥയാണ് എൽ നിനോ. എൽ നിനോ ലാനിന എന്നത് സമുദ്രജലത്തിൻ്റെ താപവ്യതിയാനങ്ങളെ സൂചിപ്പിക്കുമ്പോൾ സദേൺ ഓസിലേഷൻ എന്നത് അന്തരീക്ഷമർദ്ദത്തിലും കാറ്റിലുമുള്ള വ്യത്യാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അക്കാരണത്താൽ തന്നെ എൽ നിനോ എന്നത് ഒരു സമുദ്രജല പ്രവാഹമാണെന്ന് പറഞ്ഞാൽ അതിൽ തർക്കം വേണ്ട. സാധാരണ സാഹചര്യത്തിൽ വാണിജ്യവാതകങ്ങൾ അഥവാ ട്രേഡ് വിൻഡ്സ് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് വീശുന്നു. ഈ കാറ്റിൻ്റെ കാരണത്താൽ ചൂടേറിയ ജലം ഇന്തോനേഷ്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പ്രവഹിക്കുന്നു. അതേസമയം പെറുവിൻ്റെ തീരത്ത് വാണിജ്യവാതകങ്ങൾ പടിഞ്ഞാറേക്ക് തള്ളിമാറ്റിയ ചൂടേറിയ ഉപരിതല ജലത്തിന് പകരമായി സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള തണുത്ത വെള്ളം മുകളിലേക്ക് ഉയർന്നു വരുന്നു. ഇതിനെ അപ്വെല്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. നിനോ 3.4 റീജിയൻ എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖല പസഫിക് സമുദ്രത്തിലെ മധ്യകിഴക്കൻ ഭാഗത്തെ ഉപരിതല ജലത്തിൻ്റെ താപനില ദീർഘകാലത്തേക്ക് ശരാശരിയേക്കാൾ 0.5 ഡിഗ്രിക്ക് മുകളിൽ കുറവ് സംഭവിക്കുമ്പോഴാണ് ലാനിന രൂപപ്പെടുന്നത്. ഈ സമയത്ത് വാണിജ്യവാതകങ്ങൾ ശക്തിപ്പെടുകയും തണുത്ത വെള്ളം മുകളിലേക്ക് ഉയർന്നു വരുന്നത് വർദ്ധിക്കുകയും ചെയ്യും. ദ ലിറ്റിൽ ഗേൾ അഥവാ കൊച്ചു പെൺകുട്ടി എന്നാണ് ലാനിന എന്ന സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം. നിനോ 3.4 മേഖലയിലെ ഉപരിതല ജലത്തിൻ്റെ താപനില ദീർഘനാളത്തേക്ക് ശരാശരിയേക്കാൾ 0.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഉയരുമ്പോഴാണ് എൽ നിനോ രൂപപ്പെടുന്നത്. ഈ സമയത്ത് വാണിജ്യവാതകങ്ങൾ ദുർബലപ്പെടുകയും ചൂടുള്ള വെള്ളം കിഴക്കൻ പസഫിക്കിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. പസഫിക് സമുദ്രത്തിൽ ഇപ്പോൾ രൂപം കൊള്ളുന്ന എൽ നിനോ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒന്നായിരിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ശരാശരിയേക്കാൾ 2.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് കൂടും. ഗോഡ്സില്ല എൽ നിനോ എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൽ നിനോ എന്നാൽ ദുർബലമായ മൺസൂൺ എന്നാണ് അർത്ഥം. പസഫിക് സമുദ്രം ചൂടാകുമ്പോൾ ഇന്ത്യയിലേക്ക് വരേണ്ട മഴമേഘങ്ങൾ കിഴക്കോട്ട് നീങ്ങുകയും മൺസൂൺ കാറ്റിൻ്റെ ശക്തി കുറയുകയും ചെയ്യും. ഈ വർഷം സാധാരണയിലും കുറവ് മഴ ലഭിക്കാനാണ് സാധ്യതയെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. എൽ നിനോ സമയത്ത് പസഫിക് സമുദ്രത്തിലെ താപവിതരണം മാറുന്നത് ആഗോള വായു സഞ്ചാര രീതികളെയും മാറ്റുന്നു. അതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് എത്തുന്ന ഈർപ്പമുള്ള കാറ്റുകൾ കുറയാം, മൺസൂൺ ദുർബലമാകാം. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലെ പല വരൾച്ചാ വർഷങ്ങളും എൽ നിനോ വർഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എൽ നിനോ കൊണ്ട് മാത്രം ഇന്ത്യൻ മൺസൂണിനെ പ്രവചിക്കാൻ കഴിയില്ല. അതിന് മറ്റൊരു പ്രധാന ഘടകം കൂടി വരുന്നുണ്ട്: ഇന്ത്യൻ ഓഷൻ ഡൈപോൾ അഥവാ IOD. പസഫിക്കിൽ എൽ നിനോ എന്നതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളിലെ ജലതാപനിലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് IOD എന്ന് പറയുന്നത്. ഇതിന് 3 ഘട്ടങ്ങളാണുള്ളത്: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ന്യൂട്രൽ ഫേസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ കൂടുതൽ ചൂടാകുന്നതാണ് പോസിറ്റീവ് IOD. ഇത് ഇന്ത്യയിലേക്ക് ഈർപ്പമുള്ള കാറ്റുകൾ കൂടുതലായി എത്തുന്നതിന് കാരണമാകും. ഇന്ത്യൻ മൺസൂൺ ശക്തമാകും. എൽ നിനോ മൂലമുണ്ടാകുന്ന മഴക്കുറവിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതിന് പോസിറ്റീവ് IOD കാരണമാകാറുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്കൻ മേഖലകൾ കൂടുതൽ ചൂടാകുന്നതാണ് നെഗറ്റീവ് IOD. ഇത് ഇന്ത്യയിലേക്ക് ഈർപ്പമുള്ള കാറ്റുകൾ എത്തുന്നതിനെ കുറയ്ക്കും, മൺസൂൺ ദുർബലമാകും. എൽ നിനോയും നെഗറ്റീവ് IODയും ഒരുമിച്ച് വന്നാൽ ഇന്ത്യൻ മൺസൂൺ നന്നേ ദുർബലമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇന്ത്യയിലെ 60% വരുന്ന കർഷകർ കൃഷിക്കായി മഴയെ ആശ്രയിക്കുന്നതിനാൽ മൺസൂണിലുണ്ടാവുന്ന നേരിയ കുറവ് പോലും കർഷകരെയും അതുവഴി ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയും ബാധിക്കും. പെറുവിലെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ കർഷകരുടെ വയലിൽ വരെ എത്തി നിൽക്കുന്നതാണ് എൽ നിനോയുടെ കഥ.